മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു എന്ന എഫേസ്യ ലേഖനം 5:8 തിരുവചനം. ആത്മീയ അന്ധതയും പാപവുമാകുന്ന ഇരുട്ടിൽ ജീവിക്കുന്നവർ പ്രകാശത്തിൻ്റെ ഉടയവനായ ക്രിസ്തുവിലേക്ക് രൂപാന്തരപ്പെടുവാനും അവനുമായി സഖ്യം ചെയ്യുവാനും ഉപദേശിക്കുന്നു. നമ്മുടെ കർത്താവ് വെളിച്ചമാണ്. അവൻ്റെ മക്കളായി തീരുന്നവർ പ്രകാശത്തിൻ്റെ ഉടയവനെ പോലെ പ്രകാശിക്കും. അത് നമ്മുടെ വാക്കിലും കേൾവിയിലും കാഴ്ചയിലും ദൈനംദിന പ്രവൃത്തിയിലും നീതിയിലും സത്യത്തിലുമായി ദൈവത്തിന് അനുരൂപമായി ലോകത്തിൽ പ്രതിഫലിക്കേണ്ടതുണ്ട്. അതാണ് ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ ദൗത്യം. പഴയ മനുഷ്യനിൽ നിന്നും പുതിയ മനുഷ്യനിലേക്ക് രൂപാന്തരപ്പെടുന്ന മനുഷ്യനിൽ പാപത്തിൻ്റെ ഇരുട്ടിൽ നിന്നും നീതിയുടെ വെളിച്ചത്തിലേക്കുള്ള പൂർണ്ണമായ മാറ്റം അനിവാര്യമാണ്. കാരണം സൂര്യപ്രകാശം സൂര്യനിൽ മാത്രമല്ല ചന്ദ്രനിലും പ്രതിഫലിക്കുന്നത് പോലെ നീതി സൂര്യനായ ക്രിസ്തുവിൽ നിന്നും പുറപ്പെടുന്ന നീതിയുടെയും വിശുദ്ധിയുടെയും വെളിച്ചം വിശ്വാസിയുടെ ജീവിതത്തിൽ കൂടിയും അനുദിനം പ്രതിഫലിക്കണം. ഇതിലൂടെ പ്രകാശത്തിൻ്റെ മക്കളാരെന്നും അന്ധകാരത്തിൻ്റെ മക്കളാരെന്നും വെളിപ്പെടും. ഒരു ക്രിസ്ത്യാനി പ്രകടിപ്പിക്കേണ്ടതും പകരേണ്ടതുമായ വെളിച്ചം, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനാകും എന്ന് പറഞ്ഞ ലോകത്തിൻ്റെ വെളിച്ചമായ ക്രിസ്തുവിൻ്റേതാണെന്ന് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8:12 തിരുവചനം. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നുവെന്ന് 1 യോഹന്നാൻ 2:6. എഫേസ്യ ലേഖനം 5:8 പ്രകാശത്തിൻ്റെ മക്കളായി നടക്കുക എന്ന വചനം എഫേസ്യ ലേഖനം 5:1 പറയുന്ന ആകയാൽ പ്രിയ മക്കളെന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ അഥവാ ഇമിറ്റേറ്റ് ചെയ്യുക എന്നും 5:2 ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യവാസനായി വഴിപാടും യാഗവുമായി അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പീൻ എന്നത് വീണ്ടും ഉറപ്പിക്കുന്നതിനുള്ള വിളിയാണ്. ചുരുക്കത്തിൽ നാം അനുദിന ജീവിതത്തിൽ പ്രകാശത്തിൻ്റെ ദാതാക്കളായി ശോഭിക്കുവാനായി വിശുദ്ധിയോടുകൂടി ജീവിക്കുകയും അതനുസരിച്ച് നമ്മുടെ ജീവിതവും പ്രവൃത്തികളും രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമെന്ന് പ്രകാശത്തിൻ്റെ ഉടയവൻ വചനഭാഗത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമീൻ.